ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഐ ആം സമീറ. ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഈ ഹൈ പ്ലേസ് മീറ്റിൽ MC ആകാൻ സാധിച്ചതിൽ ആദ്യമായി ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. രണ്ടാമതായി സക്സസ്ബറി എന്ന ഓർഗനൈസേഷനോട് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഹൈ പ്ലേസ് മീറ്റ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ഫസ്റ്റ് ആയി ഹൈ പ്ലേസ് മീറ്റിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയായ നമ്മുടെ STC ലീഡർ, STC ഇപ്പൊ അടുത്ത കാലത്തായി ബ്രാൻഡ് ന്യൂ ആയി അച്ചീവ് ചെയ്ത നമ്മുടെ മുസ്തഫ സാറെയാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ ബിസിനസ് അവസരം ആദ്യമായി പരിചയപ്പെട്ടു തന്നത്. എന്തിനും ഏതിനും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടോട് കൂടി താങ്ങും തണലുമായി ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാല് ആൾട്ടർനേറ്റീവ് ചികിത്സാ മേഖലയിൽ നിന്നും ന്യൂട്രീഷൻ ഇല്ലാതെ മനുഷ്യന്റെ ശരീരത്തിന് വേറൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ആരോഗ്യരക്ഷയ്ക്ക് ന്യൂട്രീഷൻ അത്യാവശ്യമാണെന്ന തിരിച്ചറിവിലൂടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെയൊന്നും വിളിച്ചാൽ പോരാ, നല്ല ഒരു ഓൺലൈൻ കയ്യടിയോട് കൂടി അദ്ദേഹത്തെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം, ഇൻവൈറ്റ് മുസ്തഫ സർ ഓൺ ദി സ്ക്രീൻ. ഓക്കെ, താങ്ക് യു സമീറ മാഡം. സമീറ മാഡം എന്നെ വളരെ നന്നായി പരിചയപ്പെടുത്തി. സമീറ മാഡം നമ്മുടെ ഓർഗനൈസേഷനിലെ അതിപ്രധാനമായ ഒരു ലീഡറാണ്. അതായത് ഹൈ ഫ്ലൈ, അതായത് വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും അവർ വളരെ വേഗത്തിൽ എല്ലാ റാങ്കുകളും അച്ചീവ് ചെയ്യട്ടെ എന്ന് സർവ്വസക്ഷങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ആദ്യമായി ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് ഗോഡ്. അതുപോലെ തന്നെ ഈ അവസരം എനിക്ക് നൽകിയ സക്സസ്ബറി എന്ന് പറയുന്ന ഓർഗനൈസേഷനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ആ ഓർഗനൈസേഷന്റെ വിഷൻ ടുഗദർ ടുവേഴ്സ് ടുമോറോ, ഒന്നിച്ചൊരുമയോടെ നല്ല നാളേക്കായി എല്ലാവരെയും ഒരേ കുടക്കീഴിൽ ഐക്യത്തോട് ഒത്തൊരുമയോട് കൂടിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. മാത്രമല്ല മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഈ മുദ്ര പതിപ്പിച്ച, അതായത് ഐഡന്റിറ്റി ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. കാരണം വളരെ വേഗത്തിൽ റാങ്കുകൾ ITC റാങ്ക് അച്ചീവ് ചെയ്ത ഓർഗനൈസേഷൻ എന്ന് കമ്പനി തന്നെ സെലക്ട് ചെയ്ത ഓർഗനൈസേഷനാണ്. അതിലേക്ക് എന്നെ ഈ അവസരം എനിക്ക് നൽകിയ നമ്മുടെ മെന്റർ, നമ്മുടെ ഫൗണ്ടർ മനോജ് സാർ, അദ്ദേഹത്തോടും ലതാ മേഡത്തോടും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ബിസിനസ്സിൽ ഓരോ സമയത്തും ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സന്ദർഭങ്ങളിൽ എന്നെ കൈപിടിച്ച് ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി ഇതിന്റെ സാധ്യതകളും കാര്യങ്ങളും പറഞ്ഞു തന്ന എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഓരോരുത്തരും, അതുപോലെ വിശിഷ്യ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഒരു വലിയ വിശ്വാസത്തോടു കൂടി ഈ ബിസിനസ് ചെയ്യാൻ കാരണക്കാരനായ ഇസ്മായിൽ സാർ, അദ്ദേഹത്തോട് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്റെ ഈ ബിസിനസിന്റെ അവസരം ആദ്യമായി എനിക്ക് ഈ ബിസിനസ് ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തന്ന നമ്മുടെ അപ്ലൈൻ ലീഡർ, RTC ലീഡർ ഷുഹൈബ് സാർ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ബിസിനസ് എങ്ങനെ ഏതൊരു സാധാരണക്കാരനും വളരെ വേഗത്തിൽ നല്ല ഉയരങ്ങളിൽ എത്തിപ്പെടാം എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമാക്കി കാണിച്ചു തന്ന നമ്മുടെ ഗ്രേറ്റ് മലബാർ മില്ലനേഴ്സ് ക്യാപ്റ്റൻ അൽതാഫ് സാർ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്റെ കൂടെ കട്ടക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ യഥാവിധി പ്രകാരം ഒരു ഡൈല്യൂഷനും ഇല്ലാതെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ ടീമിൽ എന്റെ താഴെയുള്ള ഓരോ അസോസിയേറ്റ്സിനും അവരുടെ വ്യക്തികളുടെ പേര് പറയാതെ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പേര് മുസ്തഫ. ഞാൻ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന മുമ്പ് ഞാൻ ഒരുപാട് മേഖല എന്ന് പറഞ്ഞാൽ സാധാരണ മേഖലകളും പല രീതിയിലുള്ള പല ബിസിനസ്സും അതുപോലെ തന്നെ പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ചെറുപ്പം മുതൽ 5 വയസ്സ് മുതൽ കടല കച്ചവടം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കച്ചവടങ്ങളും. അതുപോലെ തന്നെ ഞാൻ തൊഴിൽ മേഖലയിൽ എല്ലാവിധ തൊഴിലുകളും ഒരു സാധാരണക്കാരൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ തൊഴിലുകളും, അതിനപ്പുറത്തേക്ക് ചില ടെക്നിക്കൽ മേഖലകളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെന്നൈയിൽ ഓൾറെഡി ഒരു ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഞാൻ കറങ്ങി നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എന്റേതായ ഒരു ലക്ഷ്യം ഇതുവരെ എനിക്ക് സാധിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങളിൽ ഞാൻ
എന്നെ മറന്നുകൊണ്ട് ഞാൻ സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു അവസ്ഥ എനിക്ക് സാധാരണമായിട്ടുള്ളതാണ്. കാരണം ഏതൊരു അപകടഘട്ടങ്ങളിലും എന്റെ നാട്ടുകാർക്ക് ആദ്യം ഓർമ്മ വരിക എന്റെ പേരായിരുന്നു. ഇപ്പോൾ ഞാൻ അതിലൊക്കെ വളരെ പാഷനായിട്ടാണ് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഞാൻ ചെയ്യുന്നത്. ഈ ബിസിനസ് എനിക്ക് ഈ അവസരം എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷനിൽ സാർ ഓഡിബിൾ അല്ല? ഹലോ, കുറക്കാൻ ഓക്കെ. പിന്നെ കുറച്ച് ഉയർത്താൻ സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ ബിസിനസ് എനിക്ക് കിട്ടിയത് ഒരു ഫംഗ്ഷന് ഞാനും അതുപോലെ തന്നെ എൻ്റെ ഒരു ബന്ധു അദ്ദേഹം ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരമുണ്ട് എന്ന് എന്നോട് പറയുകയും, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്താണ് അവസരം എന്ന് ചോദിച്ചപ്പോൾ കച്ചവടമാണ് എന്ന് പറഞ്ഞു. കച്ചവടം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ എന്റെ മനസ്സിനുള്ളിൽ ഞാൻ 98, 99 കാലഘട്ടങ്ങളിൽ, അതായത് ആ കാലഘട്ടത്തിൽ, അതായത് 2000 ആണ്ടിന് മുമ്പ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ മേഖലകൾ വന്ന സമയത്ത് തന്നെ ഇത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയും പിന്നെ അതിന്റെ താഴെ അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞും വായിച്ചും മനസ്സിലാക്കിയ ഒരു അടിസ്ഥാനത്തിൽ എന്റെ മനസ്സിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എന്നൊരു തോന്നൽ വരികയും, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം, എന്താണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, പല രീതിയിൽ നമ്മളെ വീടിനുള്ളത്, നമ്മളെ ആരോഗ്യത്തിനുള്ളത്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് എന്ന് എന്നോട് പറയുകയും, അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും നമ്മൾ വാങ്ങണം, ഉദാഹരണത്തിന് ഇത് പാക്കേജ് ആയിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാക്കേജ് അല്ല, നമുക്ക് ഒരു ഉൽപ്പന്നം വേണമെങ്കിൽ നമുക്ക് ഹോൾസെയിൽ കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് നല്ലൊരു ബിസിനസ് അവസരമാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് പോലും നമുക്ക് ഹോൾസെയിൽ വിലക്ക് കിട്ടും എന്നതിന്റെ കാരണം, ഒരു പ്രൊഡക്റ്റ് പോലും നമുക്ക് ഹോൾസെയിൽ വിലക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ, സാധാരണ ഹോൾസെയിൽ എന്ന് പറയുന്ന ബിസിനസ് ചുരുങ്ങിയത് 6, 12 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ വിലക്ക് ഒരു ഉൽപ്പന്നം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, സാധാരണ ഒരു നല്ല ബിസിനസ് ആണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയും, പിന്നെ ഞാൻ ചോദിച്ചത്, ഇതെന്താണ് ഈ മണി ചെയിൻ പോലെയുള്ള സംഗതിയാണോ എന്ന് ചോദിച്ചു. കാരണം അന്ന് എനിക്ക് മണി ചെയിൻ എന്താണെന്ന് അറിയില്ല. പക്ഷെ മണി ചെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം. പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നതും അറിവ് തന്നതും ഷുഹൈബ് സാറാണ്. അതുപോലെ അങ്ങനെ ഞാൻ അത് ചോദിക്കുകയും, അങ്ങനെ ഓക്കെ നീ വാ എന്ന് പറയുകയും, അദ്ദേഹത്തെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫംഗ്ഷനിൽ ഞങ്ങൾ പിരിഞ്ഞു പോരുകയും ചെയ്തു. പിന്നെ ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയാണ്, എവിടെ ആ പ്ലാൻ പറഞ്ഞുകൊണ്ട്. അദ്ദേഹം വരുന്നില്ല. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 15 ദിവസത്തോളം ഞാൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയും, അങ്ങനെ ഒരു സമയത്ത് ഈ പ്ലാൻ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് ചില ക്രാഫ്റ്റിന്റെ പരിപാടിയുണ്ട്, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചില ക്രാഫ്റ്റുകളൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ ആ സമയത്ത് നേരെ ഒരു കാർ എന്റെ വീട്ടിലേക്ക് വരികയും, ആ കാറിനുള്ളിൽ ഞാൻ കാണുന്നത്, ഞാൻ വിശ്വസിക്കുകയും ഞാൻ അംഗീകരിക്കുകയും, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾക്കും ക്ലാസ്സുകൾക്കും അദ്ദേഹത്തെ ഈ വർഷം ബുക്ക് ചെയ്ത് അടുത്ത വർഷം വരെ ഞങ്ങൾ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിപരമായിട്ടും പരിചയമുണ്ട്, ഞങ്ങളുടെ നാടുമായിട്ടും ബന്ധമുള്ള വ്യക്തിയാണ്, ഞാനുമായിട്ടും ബന്ധമുണ്ട്. അപ്പൊ ആ ലെവലിൽ അദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹം ഇതിലുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വന്നു. ഞാൻ ആ വ്യക്തി എനിക്ക് പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കാരണം ഈ ബിസിനസ് എന്താണെന്നൊന്നും എനിക്ക് അപ്പോൾ മനസ്സിലായിട്ടില്ല. കാരണം ആ വ്യക്തി ഇതിലുണ്ടല്ലോ, ആ വ്യക്തി ഉള്ളത് കൊണ്ട് എനിക്കും ഇത് ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹത്തെ എനിക്ക് വിശ്വസിക്കാം, മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴിവുകൾ എനിക്കറിയാം. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുകയും, ആ ഏറ്റെടുത്ത അന്ന് തന്നെ അവർ എന്നെ ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോവുകയും, കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി, അങ്ങനെ അവിടെ നിന്നും ഈ ബിസിനസ് എന്താണെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. 2,10,000 ഒരാഴ്ചയിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ നടക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അന്നിറങ്ങിപ്പോവുകയും, പക്ഷേ തുടരെ ഞാൻ ആ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും, എന്നെ പരിചയപ്പെടുത്ത വ്യക്തി ആ മീറ്റിങ്ങിന് വരാത്ത സമയത്ത് പോലും ഞാൻ ആ മീറ്റിങ്ങിലേക്ക് പോവുകയും, ഞാൻ പോയിക്കൊണ്ട് ഓരോ മീറ്റിങ്ങും
വിടാത്ത രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ഇത് സത്യസന്ധമാണ്, ഇത് നമുക്ക് ചെയ്യാം, ഇതൊരു വലിയ സാധ്യതയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല മേഖലകളിലും ബിസിനസ്സും ജോലികളും ബിസിനസ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയും എനിക്കൊരു ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഈ ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വിജയത്തോടു കൂടി നമുക്കും നമ്മുടെ കൂടെ വരുന്നവർക്കും അവരെയും നമുക്ക് ഉയരത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു വലിയ സാധ്യത ഈ ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ഈ ബിസിനസ് ഞാൻ എന്റെ ഈ അച്ചീവ്മെന്റ്സ് വളരെ വൈകിയാണ് ഞാൻ നേടുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. എന്റെ കുടുംബപരമായും അതുപോലെ തന്നെ എന്റെ ബിസിനസ് പരമായും ഒരുപാട് കാരണങ്ങൾ എന്നെ പുറകോട്ട് വലിച്ച കാരണങ്ങളാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, കുടുംബപരമായി ഞാൻ ഏക വ്യക്തി, എന്റെ കുടുംബത്തിലൊരു എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരു ഏക വ്യക്തി എന്നുള്ള നിലയിലുള്ള കുടുംബ ചുമതല എനിക്ക് വളരെ ഭാരിച്ചതാണ്, വളരെ വലുതാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ട്രഗിൾസും എനിക്ക് ഒരുപാടുണ്ട്. അതുപോലെ എന്റെ ബിസിനസിന്റെ എന്റെ ചെന്നൈയിൽ നടക്കുന്ന സ്ഥാപനം, ഇതുപോലെ ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്തു വരുന്ന സമയത്ത്, വളരെ ഉഗ്രനായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന സമയത്ത്, ടീമെല്ലാം നല്ല ബിൽഡായി വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടാവുകയും ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തു. ഈ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ താഴെ വരുന്നവരെ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ടീച്ച് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്ന കാരണം കൊണ്ട് തന്നെ തുടക്കത്തിൽ വന്നവർ ആരും ചെറുത്തിനും പിഴിഞ്ഞു തന്നെ എന്റെ ബിസിനസ്സിൽ എനിക്ക് വിജയത്തിനുള്ള ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അതുമൂലം എനിക്ക് ആയിട്ടുണ്ട്. തരണം ചെയ്തിട്ടാണ് ഞാൻ ഈ മേഖലയിൽ ഇന്ന് എത്തുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ് ഞാൻ അസോസിയേറ്റ് ചെയ്ത സമയത്ത് എന്നെ പലരും പ്രത്യക്ഷത്തിൽ ആരും കളിയാക്കാറില്ല. കാരണം പ്രത്യക്ഷത്തിൽ എന്നെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ എന്റെ നാട്ടിൽ ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആരെയും മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് വ്യക്തമായിട്ട് ഞാൻ സരസമായ രീതിയിൽ തന്നെ ഞാൻ അവർക്ക് മറുപടി കൊടുക്കും, അത് മനസ്സിലാക്കി കൊടുക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദീകരിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ നേരിട്ട് എന്നെ കളിയാക്കാതെ പല രീതിയിലും എന്നെ വ്യാങ്യത്തിലും പല രീതിയിലും കളിയാക്കുന്ന വ്യക്തികൾ എന്റെ നാട്ടിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ താഴെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടാണ് ഞാൻ ഈ ബിസിനസ് ആദ്യം പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞ സമയത്ത് ആരും എന്നെ അംഗീകരിച്ചിട്ടില്ല, ഒരാളും എന്നെ അംഗീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ പോലും ഈ ബിസിനസ്സിൽ എന്റെ കൂടെ ഇന്നും ഇല്ല. പക്ഷെ അവർക്ക് ഇന്ന് ഇതിന്റെ സാധ്യതകൾ അറിഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് അധിക പേര്, അവരെല്ലാവരും എന്ന് തന്നെ പറയാം. കാരണം ഓരോ സുഹൃത്തുക്കളും എന്റെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പല സമയങ്ങളും വാങ്ങുന്നുണ്ട്, വിദേശങ്ങളിൽ കൊണ്ടുപോയവർ വരെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഇന്ന് അവർക്ക് നല്ലൊരു ധാരണയുണ്ട്. പക്ഷെ അവർ അന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിനെ അംഗീകരിക്കാത്ത വ്യക്തികളായതുകൊണ്ട് പിന്നെ ശേഷം ഞാൻ ഒന്നോ രണ്ടോ തവണ സൂചനകൾ കൊടുക്കുകയല്ലാതെ കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ഒരു പക്ഷെ നമ്മൾ വിളിച്ചാൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥം. അതുപോലെ തന്നെ ഞാൻ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ, ഞാൻ തുടക്കത്തിൽ എന്റെ ബിസിനസ് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഹൈ പ്രൊഫൈലുള്ള വ്യക്തികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ ബിസിനസിന്റെ പ്ലാനുകളും കാര്യങ്ങളും നമ്മുടെ ലീഡർമാർ മുഖാന്തരം പറഞ്ഞു കൊടുത്തത്. അതിനുശേഷമാണ് ഞാൻ താഴേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടിൽ ഓരോ സാധാരണക്കാരെയും വേറെ പല ടീമുകളും വന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്താണ് ഞാൻ പുറകോട്ട് വലിയാനുണ്ടായ കാരണം. ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്റെ ബിസിനസ് എനിക്ക് ആളുകൾക്ക് എത്തിക്കാൻ അതുപോലെ ബിസിനസ് ഉള്ള വ്യക്തികളും പല രീതിയിലുള്ള വലിയ ആളുകൾ ഇപ്പോൾ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസൾട്ടുകളും ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെ ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് ഞാൻ വാങ്ങുന്ന ഉൽപ്പന്നം 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. അത് ഉപയോഗിച്ചപ്പോൾ എന്റെ ശരീരത്തിന് എനിക്ക് കിട്ടിയ റിസൾട്ട്, അതുപോലെ ഞാൻ പ്രൊഡക്റ്റ് പലർക്കും സജസ്റ്റ് ചെയ്ത അവർക്ക് കിട്ടിയ മിറാക്കിളായ റിസൾട്ടുകൾ ഈ ബിസിനസ്സിൽ എന്നെ സ്ഥായിയായി നിലനിർത്താനുള്ള ഒരു കാരണമായി മാറി. അതുപോലെ ഈ ബിസിനസ് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ നമുക്ക് പ്രചോദനമാവുന്നത് നമുക്ക് നമ്മുടെ താഴെ ഒരു മെന്റർ, നമ്മുടെ മുകളിൽ നമുക്ക് ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ആവശ്യമാണ്. ഈ മെന്ററിംഗ് ആണ് നമ്മളെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ പ്രകാരം എന്ന് വെച്ചാൽ, നമുക്ക് എവിടെയും വഴികാട്ടിയായി
ഒരു വ്യക്തി വേണം. ഈ വഴികാട്ടിയായി ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ പാതയിലൂടെ നമുക്ക് ചലിക്കാനൊക്കും. നിജമായ പാതയിലൂടെ, സത്യമായ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഒരു മെന്റർ അത്യാവശ്യമാണ്. അതുപോലെ എന്നെ ഈ ഓരോ സമയത്തും ഈ ബിസിനസ്സിലെ ഓരോ സന്ദർഭങ്ങളും ഞാൻ പുറകോട്ട് വരുമ്പോഴും ഓരോ ദിവസവും 1, 2, 3 പ്രാവശ്യം എന്നെ വിളിച്ചുകൊണ്ട് ഈ ബിസിനസ്സിന് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ നമ്മൾ പ്രായോഗികമാക്കേണ്ട നമുക്ക് നമ്മുടെ താഴെ അല്ലെ കോസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും വ്യക്തമായിട്ട് ഓരോ നിർദ്ദേശങ്ങളും, ഒരു പിതാവ് എപ്രകാരം ഒരു മക്കളെ നയിച്ചു കൊണ്ടുപോകുന്നു അപ്രകാരമാണ് ഓരോ ഗൈഡൻസ് നൽകി എന്റെ മെന്റർ ഇസ്മായിൽ സാർ അദ്ദേഹം എന്നെ ഈ ബിസിനസ്സിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ സമയത്തും ഈ അപ്ലൈ മീറ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം സെറ്റല്ലേ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി എനിക്ക് നിർദ്ദേശങ്ങൾ തരികയും അതുപോലെ തന്നെ എന്റെ അപ്ലൈൻ ലീഡറായ മറ്റൊരു ഉവൈസ് സാർ അദ്ദേഹം എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ വളരെ അധികം കൃതജ്ഞനാണ്. ഞാൻ അവർക്കെല്ലാം വളരെയധികം ആത്മാർത്ഥമായ രീതിയിൽ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും ഉള്ള നന്ദി അവർക്ക് ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മളെ മെന്റർ എന്ത് പറയുന്നു, നമ്മുടെ മെന്റർ എന്ത് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി വളരെ വ്യക്തമായി സൂക്ഷ്മമായി നമ്മൾ അത് എടുത്ത് എന്ത് പറയുന്നു. മെന്റർ ഇന്ന് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ഒരു ഇതായി കാണുന്ന കുഴി, ഇതിലേക്ക് നീ ചാടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടുക തന്നെ വേണം. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ഒരു സൂത്രം കണ്ടു. കാരണം നമുക്കറിയാം ഒരുപാട് ഈ മെന്ററിങ് മേഖലകളിൽ ഒരുപാട് അഭ്യാസ മേഖലയായാലും അതുപോലെ തന്നെ ടീച്ചിങ് എല്ലാ മേഖലകളായാലും അധ്യാപകന്മാർ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അത് നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പക്ഷെ ആ തലച്ചോറിന്റെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാതെ നമ്മൾ എന്ന വ്യക്തി അത് അപ്രകാരം തന്നെ നമ്മൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ നമ്മുടെ വിജയം വളരെ ലളിതവും അതുപോലെ വളരെ വേഗത്തിലും നമുക്ക് നമ്മുടെ ഓരോ കർമ്മങ്ങളിലുമുള്ള വിജയങ്ങൾ നമുക്കായിരുന്നു. വിശിഷ്യ നമുക്ക് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമുക്ക് ഒരു മെന്റർ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മെന്ററെ അംഗീകരിക്കാം. മെന്റർ എന്ത് പറയുന്നു എന്നുള്ളത് അപ്രകാരം തന്നെ നമ്മൾ അംഗീകരിച്ചാൽ നമ്മുടെ ബിസിനസ്സിന്റെ വിജയത്തിന് വിജയ സാധ്യത ഉണ്ടാവും. ബിസിനസ് വിജയിക്കും. ഈ ബിസിനസ് നമുക്ക് സ്ഥായിയായി നിലനിൽക്കാനും നമുക്ക് ഒരു മെന്ററുടെ സഹായം അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ലൈൻ ലീഡർമാരായ മെന്റർമാരെ നമ്മൾ കൂട്ടുപിടിക്കും. അവരെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ചുകൊണ്ട് നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുക. അതാണ് നമുക്ക് പരിപൂർണമായ വിജയം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ മെന്റേഴ്സ് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാം. പക്ഷെ അതൊന്നും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും അത് നെല്ലിക്ക പോലെയാണ്. കാരണം അത് നമുക്ക് ഈ സമയത്ത് നമ്മൾ കഴിക്കുകയും പക്ഷെ ശേഷം നമുക്ക് അത് മതിരിക്കുകയും ചെയ്യും. കാരണം അവർ പറയുന്ന വാക്കുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ചെയ്താൽ നമുക്ക് ഈ ബിസിനസ് വളരെ വിജയത്തിലെത്താം. കാരണം അവർ നമ്മോട് പറയുന്നത് ഒരിക്കലും നമ്മളെ തകർക്കാനില്ല. കാരണം നമ്മൾ തകർത്താൻ നമ്മുടെ മെന്ററോ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സോ ഒരു കാര്യങ്ങളും നമ്മോട് പറയില്ല. കാരണം നമ്മൾ തകരുന്നത് അവരാണ്. കാരണം നമുക്ക് കിട്ടുന്നതിനേക്കാളും എന്തെങ്കിലും അധികം അവർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഒരിക്കലും തകർക്കാനോ പരാജയപ്പെടുത്താനോ നമ്മളെ ബിസിനസ്സിൽ നിന്ന് പിന്മാറാനുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സോ നമ്മളെ മെന്റേഴ്സോ ആരും നമുക്ക് തരില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ അപ്ലൈനെയും അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സിനെയും നമ്മൾ പരിപൂർണമായും ഉൾക്കൊണ്ട് അവർ പറയുന്ന യഥാവിധി അനുസരിച്ചാലേ നമുക്ക് ഈ ബിസിനസ്സിൽ വ്യക്തമായ വിജയം സാധ്യമാകും. അതുപോലെ ഈ ബിസിനസ് ഞാൻ ഇന്ന് ഒരുപാട് നെറ്റ്വർക്കുകൾ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. എനിക്കറിയാം ഒരുപാട് നെറ്റ്വർക്ക്. ഇപ്പൊ ഇതിനു മുമ്പും എന്നോട് പല രീതിയിലുള്ള നെറ്റ്വർക്കിനെ കുറിച്ചും പലരും പല ആശയങ്ങളും പറഞ്ഞപ്പോഴും ഞാൻ എന്താണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞാൽ അത് ഒന്നും ഇപ്പോൾ നടക്കില്ല, നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം മുമ്പ് ഇത് വന്നതാണല്ലോ. പക്ഷെ എന്നിലേക്ക് വന്ന ആ വ്യക്തി എനിക്ക് പരിപൂർണമായ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ബിസിനസിന്റെ മറ്റു ഭാഗങ്ങളും ചിന്തിക്കാതെ അന്ന് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ സൈൻ അപ്പ് ചെയ്യുകയും ഞാൻ അസോസിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ശേഷം ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സത്യസന്ധമായ ഒരു ബിസിനസ് ആണെന്നും ഇത് നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായതാണെന്നും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ നല്ല നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾ അശരണരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള വ്യക്തികളെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ അവരെ വിജയിപ്പിക്കാൻ സാധ്യമാകുമെന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിലെ
അനുഭവങ്ങളും ആ ബിസിനസിനെ കുറിച്ച് ഞാൻ പഠിച്ച സമയത്തും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ തീർത്തും നമുക്ക് സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടം അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ ഓരോന്നും എന്തിനേറെ പറയും, നമ്മൾ ഹെൽത്ത് കെയർ ആയാലും ഹോം കെയർ ആയാലും പേഴ്സണൽ കെയർ ആയാലും അഗ്രോ കെയർ ആയാലും ഏത് പ്രൊഡക്റ്റുകളും ഉൽപ്പന്നങ്ങളും സമൂഹത്തിന് അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അതിന്റെ സാധ്യതകളും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സാധ്യതകളും സമൂഹത്തിന് എത്രത്തോളം ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് അത്ര സൂക്ഷ്മമായും വളരെ സത്യസന്ധമായും ജനീനായ രീതിയിലാണ് നിർമ്മിക്കുന്ന വ്യക്തികൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ. വ്യക്തികൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ മേഖലകളിൽ പ്രാവീണ്യം സിദ്ധിച്ച ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് തലവന്മാരും അതുപോലെ നമ്മുടെ മാനേജ്മെന്റും വളരെ ശക്തമായ ഒരു കമ്പനിയാണെന്ന് ശക്തമായി നീങ്ങുന്നവരാണ് ഈ ബിസിനസ്സിന്. ഇനിയും ഒരു 30 വർഷത്തേക്ക് നിങ്ങൾ മൈലേജ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി വരില്ല എന്ന് നമ്മുടെ നെക്സസ് പ്രോഗ്രാമിൽ നമ്മുടെ ഓണർ കമ്പനിയുടെ MD പ്രവീൺ ചന്ദ്രൻ സാർ നമ്മോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ ബിസിനസ് നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും സർവശക്തൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോ നെക്സസിൽ നമ്മുടെ ഓരോ ലീഡർമാരും നമ്മോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഓരോരുത്തരും കേട്ടവർക്ക് ശരിക്ക് ഈ ബിസിനസ് എന്താണെന്നും ഏത് രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റുന്നു, ഏത് രീതിയിലുള്ള ആളുകളാണ് ഈ ബിസിനസ്സിൽ വന്നിട്ട് ജീവിതത്തിന്റെ മേഖലകൾ രണ്ടറ്റം ഏത് രീതിയിൽ വലിയ രീതിയിൽ രണ്ടറ്റവും സന്തോഷത്തോടുകൂടി കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നെക്സസിന് വന്നവർക്ക് അത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരാത്തവർക്ക് ഇതിന്റെ ഖേദം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാം. കാരണം അവിടെ നിന്നും കിട്ടി ഇന്ന് നെക്സസ് വന്ന ഓരോ വ്യക്തികളും നമ്മൾ പോയി കാണുമ്പോഴും അവർ പറയുന്നത് ഇത് നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പരിപൂർണമായും ധൈര്യം. പുതുതായി വന്ന നെക്സസിലേക്ക് വന്ന വ്യക്തികൾ അല്ലെങ്കിൽ പുതിയ നമ്മുടെ മീറ്റിംഗ് കാണുന്ന വ്യക്തികൾ അവർ പറഞ്ഞത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം നെക്സസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരും നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈ ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി മാനേജ്മെന്റോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ നമുക്ക് ഏറ്റവും ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഈ ബിസിനസ്സുമായി മലയാളത്തിൽ ഒരു ചെല്ലുണ്ട്, ഉണ്ട് മടുത്തതിൽ നിന്നും ഉരുള വാങ്ങുകയും കണ്ടുമടുത്തതിന് കടം വാങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ബിസിനസ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച എക്സ്പെർട്ടുകളായ സയന്റിസ്റ്റുകൾ DV നാരായണ സാറെ പോലുള്ള എക്സ്പെർട്ടുകളായ സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയ നമ്മുടെ മാനേജ്മെന്റും ഈ ബിസിനസ് നമുക്ക് എല്ലാവിധ താങ്ങുന്നുള്ള മറ്റുള്ള ഒരുപാട് നെറ്റ്വർക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് മാത്രം പൂർത്തീകരിക്കപ്പെട്ട കമ്പനി എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇത്തരം ഇപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെ സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, സമൂഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ഉള്ള വിശദമായും വ്യക്തമായുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിലും ഇത് നിങ്ങൾക്കും അതുപോലെ എനിക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഓരോ നമ്മുടെ നെക്സസ് പ്രോഗ്രാമിൽ നമ്മുടെ ഓണർ പറഞ്ഞ ഓരോ വാക്കുകൾ അതുപോലെ മാനേജ്മെന്റ് പറഞ്ഞ ഓരോ വാക്കുകൾ നമുക്ക് അത് എല്ലാം തങ്കലിപികളിൽ എഴുതപ്പെട്ട വാക്കുകളായി നമുക്ക് നമ്മുടെ മനസ്സിന്റെ കേന്ദ്രങ്ങളിലും അതുപോലെ നമുക്ക് എവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കുകയും സമൂഹത്തോട് പറയുകയും ചെയ്യാൻ പറ്റുന്ന നല്ല ഒരുപാട് കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബിസിനസ് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരാനുണ്ടായ പ്രധാന കാരണം ഈ ബിസിനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിലേക്ക് വരുന്ന കാരണത്തിൽ പാസീവ് ഇൻകം അതായത് നമ്മൾ അറിയാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനില്ലെങ്കിലും എന്റെ കുടുംബത്തിന് വരുമാനം ലഭിക്കും എന്ന് പറയുന്ന ഒരു പാസീവ് ഇൻകം ഉണ്ട്. ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഇല്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഒരു വരുമാനമാണ്. നമ്മൾ ഈ ബിസിനസ് ഇപ്പോൾ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഓണർ പറഞ്ഞതായിട്ട് ഇനി ഈ ബിസിനസ്സിൽ നിന്ന് നിശ്ചിത സമയത്ത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവർക്ക് മാച്ചിങ് ബോണസ് ഇല്ലെങ്കിലും വരുമാനം നൽകും എന്നുള്ളത് പറഞ്ഞതായിട്ടാണ് എനിക്ക് അവിടുന്ന് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ബിസിനസ് ഈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ സമയത്ത് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും
നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അതുപോലെ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്.